നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് റമോ എന്നാണ്. ആ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന. ഒരു സിനിമ പിടിക്കാൻ എത്ര രൂപ വേണ്ടി വരും? അതെനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ, കാരണം നമ്മളെ ജോലി അഭിനയിക്കുക എന്നുള്ളതല്ലേ. അതെ, അല്ല ഞാനൊരു സിനിമ പിടിക്കാൻ പോവാ. ഒരു 6-7 കോടിയെങ്കിലും വേണ്ടി വരുമോ? ആര് ഈ പാർലർ അടിച്ചു വരാൻ നിൽക്കുന്ന നീ 6-7 കോടി രൂപയ്ക്ക് അങ്ങനെ പറയാ. നിന്നല്ല എവിടെ നിന്ന് ഇത്ര കാശ്? കാശ് ഇതിപ്പം എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കണല്ലോ. അയ്യോ, എന്ത് പറ്റി? അമ്മ തേങ്ങ തല വീണു ഐസില്ല. ചേട്ടൻ ചിരിച്ചിട്ട് പറയുന്നുണ്ടാ? അല്ല അപ്പൊ ഒരു 50 സൈഡിൽ ഒരു 15 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അത് ഈ തള്ള വിൽക്കാനൊട്ട് സമ്മതിക്കത്തില്ല. തള്ള അവർ സമ്മതിക്കത്തില്ല വിൽക്കാൻ. അപ്പൊ ഐസിലായതുകൊണ്ട് മിക്കവാറും എൻഡിലോട്ട് അടുത്തുകൊണ്ട് ഇരിക്കുക. ആര്? അമ്മേ ആ, ബസ്. നമ്മുടെ എൻഡിലേക്ക് വന്നോണ്ടിരിക്കുക. അപ്പൊ ഈ സ്ഥലം വിട്ടിട്ട് ഞാനൊരു സിനിമ പിടിക്കാനുള്ള സെറ്റപ്പിലേക്ക് വരിക. അതാണ് ചോദിച്ചത്. ചേട്ടാ ശരിയായ കാര്യമല്ല. അതെ, നമ്മളെ അമ്മക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയില് അമ്മയാണ് എന്റെ എല്ലാം. ഞാൻ ചെയ്യുന്ന അതെ അതെ ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് അമ്മയുടെ പേരിലായി മൂവി ഇറങ്ങുന്നത്. അമ്മണി മൂവീസ്. അമ്മണി മൂവീസ് അങ്ങനെ പേരുണ്ട്. അമ്മക്കൊരു പ്രശസ്തി പേര് കിട്ടുമല്ലോ. നന്നായിട്ടുണ്ട്. അതാണ്. പക്ഷെ ചേട്ടാ ഞാൻ കാര്യം പറയട്ടെ, അമ്മ മരിച്ചു കഴിഞ്ഞ പ്രശസ്തി കിട്ടിയിട്ട് എന്താ കാര്യം? ചേട്ടാ പറ്റുമെങ്കിൽ ഇപ്പൊ അത് ചെയ്തു കൊടുക്കുക. ആ ഒരു സന്തോഷം അമ്മ അനുഭവിക്കട്ടെ. അയ്യോ, അമ്മ അത് ജീവിച്ചിരുന്നാലേ ഈ പടം എടുക്കാൻ സമ്മതിക്കത്തില്ല. അതെന്താ? അമ്മയ്ക്ക് ഇഷ്ടമല്ല. ആ, ബസ്. അതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാനാ കേട്ടോ. എന്റെ അതെ അതെ, ചെറുപ്പത്തിൽ എനിക്ക് ഗിറ്റാറിനോടായിരുന്നു. ആ. പിന്നീട് അത് സിത്താരോടായി. നടിച്ചിത്താര. സിത്താര. അത് കഴിഞ്ഞപ്പോഴാണ് സത്താറിനോടായി. ആ ഇപ്പോഴാണ് എനിക്ക് അനു ഗിറ്റാറിനോട് തോന്നിയത്. ഈ സംഭവം അനു ഗിത്താറല്ല, സിത്താര. അല്ല, അതെ. സിത്താര. ഇത് ഗിറ്റാറ്, ഇത് സിത്താര. ഓ, അതെ ആ, അനു സിത്താര. ആ. അതെ അതെ. അപ്പൊ ഞാനൊരു പുതിയൊരു പടം ചെയ്യുന്നു. നല്ല അതിന് നല്ലൊരു പേരും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ആഹാ. അതിന്റെ പേര് ബംഗാളിക്കൊരു പങ്കാളി. ഏ? ബംഗാളിക്കൊരു പങ്കാളി സിനിമയുടെ പേര്. അതെന്താ ഇങ്ങനത്തെ ഒരു പേര്? നമ്മളൊരു ഒരു ചായക്കട ചെന്ന അവിടെ ബംഗാളി, അതെ അതെ അതെ. നമ്മൾ വഴി ചോദിക്കുന്ന അവിടെ ബംഗാളി. സത്യം. ബംഗാളികളുടെ പെരളിയാ. ആ. ഇനി മുമ്പോട്ടുള്ള കാലം ബംഗാളിയുടെ ഒരു പങ്കാളിത്തം ഇല്ലാതെ കേരളത്തിൽ ഒന്നും നടക്കില്ല. നടക്കില്ല. അതാണ് ബംഗാളിക്കൊരു പങ്കാളി ഓ, എന്ന പേരിട്ടത്. ഇതാണ് അപ്പൊ തീം. അതാണ് തീം. കൊള്ളാം. അതിനകത്ത് പങ്കാളിയായിട്ടാണ് ചെയ്യേണ്ടത്. പങ്കാളിയായിട്ട്. പങ്കാളിയായിട്ട്. അപ്പൊ ബംഗാളി ആരാ? ആരാ ചേട്ടാ? ബംഗാളി ബാലേന്ദ്ര മേനോൻ സാർ. പ്രസാദാണോ? അല്ലല്ല, പിന്നെ പുള്ളിയല്ല. ദുൽഖർ സൽമാൻ ആണോ? അയ്യോ, പുള്ള കൈ നിൽക്കത്തില്ലല്ലോ. ഫഹദ്. അതൊന്നും അല്ല, ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരാ കേരളത്തിലെങ്ങും ഇല്ലാത്ത നടനാണ്? ഞാൻ നായനെ കണ്ടെത്തി 3 വർഷം മുമ്പ് കണ്ടു, അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് ചെയ്ത് സെറ്റപ്പ് ആയിട്ട് നിർത്തിയ നായകന്. ഒക്കെയാണ്. ആ, പറ, ആരാ? ഞാനാ ബംഗാളിയായിട്ട്? ബംഗാളിക്ക് ഒരു പങ്കാളി. അതെ, പങ്കാളിയുടെ ബംഗാളിയായിട്ട് ചേട്ടനാണോ? ഞാനാണ് ബംഗാളിയാണ്. ജെനി, ഇതിനൊരു പണി കൊടുത്തേ. വിളിക്കരുത്. വിട്ടോ, വിട്ടോ. വിളിക്കരുത്. പരിസരത്ത് കണ്ടുപോകരുത്. അനു, ഞാൻ അനുവിനെ പറ്റി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ദമ്പതികളുടെ ഇടയിൽ അനു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.